അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ കഹ്ഫിലെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന 4 പ്രധാനപ്പെട്ട ചരിത്രങ്ങളിലൂടെയുള്ള പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചരിത്രമായ അൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ്, ഗുഹാവാസികളുടെ ചരിത്രമാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ചരിത്രം സൂറത്തുൽ കഹ്ഫിലെ 32ാമത്തെ ആയത്ത് മുതൽ 43ാമത്തെ ആയത്ത് വരെ പരന്നു കിടക്കുന്ന വലിയ ഒരു തോട്ടം മുതലാളിയുടെയും ഒരു സാധുവായ മനുഷ്യൻ്റെയും കഥയാണ്. അതായത്, തോട്ടത്തിലൂടെ നടന്നപ്പോൾ അഹങ്കാരത്തോടുകൂടി പൊങ്ങച്ചം പറഞ്ഞ മുതലാളിയും അദ്ദേഹത്തിന് വളരെ വിനയത്തോടുകൂടി വിശ്വാസിയായ സുഹൃത്ത് പറഞ്ഞ മറുപടിയുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. നമുക്ക് കഥയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് 2 വലിയ തോട്ടങ്ങൾ നൽകുകയും ആ തോട്ടത്തിലൂടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നൽകുകയും ചെയ്തപ്പോൾ ഒരു വേള അള്ളാഹുവിനെ പോലും മറന്ന് ഇതെല്ലാം എൻ്റെ പ്രയത്നം കൊണ്ട്, പരിശ്രമം കൊണ്ട് കിട്ടിയത് ആണ് എന്നും ഒരിക്കലും ഇതൊന്നും നശിച്ചു പോവുകയില്ല എന്നും അഹങ്കാരം നടിക്കുകയും അദ്ദേഹത്തിൻ്റെ വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തിനോട് ഈ കഥ പറയുകയും ചെയ്യുന്നതാണ് രംഗം. ഈ കഥയ്ക്ക് 3 തലങ്ങളുണ്ട്. ഒന്ന്, മുതലാളി തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പൊങ്ങച്ചം പറയുന്നത്. 2, ആ സുഹൃത്ത് വിനയത്തോടുകൂടിയും യുക്തിപൂർവവും പറയുന്ന മറുപടി. 3ാമത്തത് കഥയുടെ ഗുണപാഠമാണ്. പരിശുദ്ധമായ ഖുർആനിൽ 32ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വളിരിബ് ലഹും മസലർ റജുലൈൻ. നബിയെ, 2 ആളുകളുടെ ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല ആ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആരാണ് ആ 2 ആളുകൾ? ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈനി മിൻ അഇനാബിൻ. ആ 2 ആളുകളിൽ ഒരാൾക്ക് നമ്മൾ മുന്തിരിയുടെ 2 തോട്ടം നൽകി. അഇനാബ്, മുന്തിരി 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകി. തീർന്നില്ല. വഹഫഫ്നാഹുമാ ബിനഖിലിൻ. ആ 2 മുന്തിരിത്തോട്ടങ്ങളുടെ ചുറ്റുഭാഗത്തും മനോഹരമായ ഈന്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഈന്തപ്പന മരങ്ങൾ കൊണ്ട് ചുറ്റുമതിൽ കെട്ടിയ 2 മുന്തിരിത്തോട്ടങ്ങൾ. വജഅൽനാ ബൈനഹുമാ സർഅ. ഈ മുന്തിരിത്തോട്ടത്തിനും ഈന്തപ്പന മരത്തിനും ഇടയിലായിട്ട് വിവിധ തരത്തിലുള്ള കൃഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നാണ് പറയുന്നത്. നാം നൽകി എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ വളരെ മനോഹരമായ 2 തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ. അതിന് ചുറ്റുമതിൽ കെട്ടിക്കൊണ്ട് വളരെ മനോഹരമായ ഈന്തപ്പനത്തോട്ടങ്ങൾ. അതിനിടയിൽ വിവിധ തരത്തിലുള്ള കൃഷികൾ. കിൽത്തൽ ജന്നത്തൈനി ആത്തത് ഉക്കിലഹ. അങ്ങനെ ഈ 2 തോട്ടങ്ങളും ആത്തത് ഉക്കിലഹ, അതിൻ്റെ ഫലം ഇങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. അതിൽ നിന്നും വെച്ചടി അദ്ദേഹത്തിന് ഉയർച്ച വന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് ഈന്തപ്പന പഴങ്ങളും അതുപോലെ മുന്തിരികളും വിവിധ തരത്തിലുള്ള കൃഷികളുമൊക്കെ അദ്ദേഹത്തിനായി. വലിയ മുതലാളിയായി മാറി. വലം തളിലിം മിൻഹു ശൈഅ. അവിടെ യാതൊരുവിധമായ ഒരു പഴത്തിനോ യാതൊരുവിധമായ പുഴുക്കുത്തുകളോ അതുപോലെ തന്നെ ചീയലുകളോ ഒന്നും യാതൊരുവിധ കേടുപാടും ഇല്ലായിരുന്നു. എന്നും അതിങ്ങനെ ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അല്ലാഹു തആല പറയുകയാണ്, വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. നമ്മൾ ഈ 2 തോട്ടത്തിനിടയിലൂടെ നദിയും ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരുന്നു. ജലസേചനം, ആവശ്യമായ വെള്ളം, ആ കൃഷികൾക്ക് ആവശ്യമായ വെള്ളം. എന്ത് നല്ലൊരു കാഴ്ചയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സിൽ തന്നെ അല്ലാഹു തആല ഈ കഥ പറയുമ്പോൾ എത്ര മനോഹരമായൊരു കാഴ്ചയാണ്. ആ മുന്തിരിത്തോട്ടവും ചുറ്റും ഈന്തപ്പന മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതും വിവിധ തരത്തിലുള്ള കൃഷികളും, അതിനിടയിലൂടെ ഇങ്ങനെ കളകളാരവം മുഴക്കി ഒഴുകുന്ന കൊച്ചു കൊച്ചു അരുവികളും. പ്രിയമുള്ളവരെ, അങ്ങനത്തെ മനോഹരമായ 2 തോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ മനുഷ്യന് നൽകുകയായിരുന്നു. ഇങ്ങനെ ഈ തോട്ടത്തിൻ്റെ ആദായമെടുത്തതിൻ്റെ ഫലങ്ങളെടുത്ത് ഇങ്ങനെ അനുഭവിച്ച് അത് വിറ്റ് കോടീശ്വരനായി മാറിയ ആ മുതലാളി
ഫഖാല ലിസാഹിബിഹി വഹുവ യുഹാവിറുഹു. ഒരു നാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുകയാണ്, ഒരു പഴയകാല സുഹൃത്തിനെ കണ്ടുമുട്ടുകയാണ്. ആ സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംവദിച്ചു കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ആ സുഹൃത്തിനോട്, ഈ വലിയ മുതലാളി പറയുന്ന പൊങ്ങച്ചമാണ് അടുത്ത ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വീഡിയോ തോനെ ആയി കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കും അരോചകമുണ്ടായി. ഇൻഷാ അല്ലാഹ് എന്താണ് ഈ മുതലാളിയായ മനുഷ്യൻ ആ സാധുവായ കൂട്ടുകാരനോട് പറഞ്ഞത്, ആ കൂട്ടുകാരൻ്റെ വിനയത്തോടു കൂടിയുള്ള മറുപടി എന്തായിരുന്നു, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് വേണ്ടപ്പെട്ടവർ കൂടി ഷെയർ ചെയ്തു കൊടുത്ത് ഇൽമിൽ പങ്കാളികളാവുക. ദുആ വസിയത്തുകളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ വളരെ വിലപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് മുസ്ലിം ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ടും അള്ളാഹു നമ്മുടെ നോമ്പും മറ്റമലുകളുമെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.